Hi students, so today we are going to see International Business in the Module 1. So meaning and definition of international business. As you all know, international business എന്ന് പറഞ്ഞാൽ എന്താണ്? When you trade between two countries, അല്ലേ, രണ്ട് countries തമ്മിൽ ട്രേഡ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ടു കൺട്രീസ് ഇറ്റ് ഈസ് നോൺ ആസ് ഇൻ്റർനാഷണൽ ബിസിനസ്. അത് തന്നെയാണ് നമ്മുടെ മീനിങ്ങിലും പറയുന്നത്. ഡിനോട്ട്സ് ഓൾ ദോസ് ബിസിനസ് ആക്ടിവിറ്റീസ് which takes place beyond the geographical limits of the country. Now, definition നോക്കാം. According to John D. Daniels and Lee H. Radebog, international business is all business transactions. അതായത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് എല്ലാം ബിസിനസ് ട്രാൻസാക്ഷൻസ് വിച്ച് ഇൻക്ലൂഡ്സ് പ്രൈവറ്റ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ബിസിനസ് ട്രാൻസാക്ഷൻ ഓർ ഗവൺമെൻറ് ബിസിനസ് ട്രാൻസാക്ഷൻസ് വിച്ച് ഇൻവോൾവ് ടു ഓർ മോർ കൺട്രീസ്. എനി പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ബിസിനസ് ട്രാൻസാക്ഷനിൽ രണ്ടോ അല്ലെങ്കിൽ രണ്ടിനെക്കാട്ടും കൂടുതൽ കൺട്രീസ് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻ്റർനാഷണൽ ബിസിനസ് ആണ് എന്നാണ് ജോൺ ഡി ഡാനിയൽസും ലീ എച്ച് റാഡബോഗും പറയണത്. Now moving on to scope of international business. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫോറിനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആ പേര് പറയണ പോലെ തന്നെയാണ്. ആസ് ദ നെയിം സജസ്റ്റ്, ഫോറിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ടേക്സ് പ്ലേസ് ടു ടൈപ്സ്. രണ്ട് ടൈപ്പിലാണ് നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് വൺ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ സപ്പോസ് ഐ എം എ പേഴ്സൺ, ഐ എം എ ബിസിനസ് മാൻ ഇൻ ഇന്ത്യ. ഓക്കെ, ഐ എം എൻ ഇന്ത്യൻ ബേസ്ഡ് ബിസിനസ് മാൻ ആണ് വയ്ക്കുക. സപ്പോസ് ഐ എം ഗോയിങ് ടു US അല്ലെങ്കിൽ ചൈന ആൻഡ് ഐ എം ഗോയിങ് ടു സെറ്റപ്പ് എ ന്യൂ ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു ന്യൂ ബിസിനസ്സോ എന്തെങ്കിലും ഞാൻ US ചൈനയിലോ പോയി സ്വന്തമായി തുടങ്ങുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, നൗ കമ്മിങ് ഓൺ ടു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് യു ബൈ എനി ഷെയർ ഓർ ഡിബെഞ്ചർ ഓഫ് ഫോറിൻ കമ്പനീസ്, ഏതെങ്കിലും ഒരു ഫോറിൻ കമ്പനീൻ്റെ ഷെയറോ ഡിബെഞ്ചറോ നമ്മൾ വാങ്ങുകയാണ് സോ ദാറ്റ് നമുക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അതിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു കമ്പനി, ഫോറിൻ കമ്പനി, ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ US ഒരു കമ്പനിയുടെ ഷെയറോ ഡിബെഞ്ചറോ ഞാൻ വാങ്ങുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇഫ് യു ഡീൽ ഇൻ ഷെയർ ആൻഡ് ഡിബെഞ്ചർ ഇറ്റ് ഈസ് നോൺ ആസ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. നേരെ മറിച്ച് ഇഫ് യു ഡീൽ ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോപ്പർട്ടീസ് ഓർ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻ ഫോറിൻ കൺട്രീസ് ഇറ്റ് ഈസ് നോൺ ആസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് മെർച്ചൻഡൈസ്. മെർച്ചൻഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് വിച്ച് ആർ ടാഞ്ചിബിൾ, അതിനെയാണ് നമ്മൾ മെർച്ചൻഡൈസ് എന്ന് പറയുന്നത്. ഇനി ടാഞ്ചിബിൾ എന്ന് എന്താ പറഞ്ഞാൽ ഗുഡ്സ് വിച്ച് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ്. നമുക്ക് കാണാൻ പറ്റുന്നതും തൊടാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ മെർച്ചൻഡൈസ് എന്ന് പറയുന്നത്. സോ എക്സ്പോർട്ട് മീൻസ് സെൻഡിങ് ദ ഹോം കൺട്രീസ് ഗുഡ് ടു അതർ കൺട്രീസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ, ഞാനൊരു ഇന്ത്യൻ ബേസ്ഡ് ബിസിനസ് മാനാണ് വയ്ക്കുക. എനിക്ക് മാംഗോ ആണ് കച്ചവടം. ഓക്കെ, എൻ്റെ പ്രൊഡക്റ്റ് എന്താ? മാംഗോ. ഐ എം സെല്ലിങ് മാംഗോസ്. സോ ഞാൻ ഇന്ത്യൻ ബേസ്ഡ് ബിസിനസ് മാൻ ആയതുകൊണ്ട് എൻ്റെ ഹോം കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഞാൻ ഏത് രാജ്യത്തിലാണോ താമസിക്കുന്നത്, ഏത് രാജ്യത്തിലാണോ ഞാൻ റെസിഡൻറ്റ്, അതാണ് എൻ്റെ ഹോം കൺട്രി. ഓക്കെ, സോ ഇഫ് ഐ എം സെൻഡിങ് മാംഗോസ് ടു US ഓർ ചൈന, ഓക്കെ, അത് ഫ്രം ഹോം കൺട്രീൻ്റെ ഗുഡ് ഏതെങ്കിലും അതർ കൺട്രി, ഫോർ എക്സാമ്പിൾ US ചൈനയോ റഷ്യയ്ക്കോ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് എക്സ്പോർട്ട്, മെർച്ചൻഡൈസ് എക്സ്പോർട്ട് എന്ന് പറയും. നേരെ മറിച്ച് ഇഫ് ഐ എം ബ്രിങ്ങിങ് ടാഞ്ചിബിൾ ഗുഡ്സ് ടു ഹോം കൺട്രി, ഞാൻ അവിടെ നിന്ന് ഹോം കൺട്രിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ്സ് നോൺ ആസ് മെർച്ചൻഡൈസ് ഇമ്പോർട്ട്. ഇത് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് മെർച്ചൻഡൈസ്. നൗ കമ്മിങ് ഓൺ ടു ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് അബൌട്ട് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ജസ്റ്റ് എ മിനിറ്റ്. For licensing and franchising രണ്ട് ഒരേ ടേംസ് ആണ്. Only the things so a small difference that I'll tell you. Suppose this is US and this is India. Okay, so India liked, നമുക്കിതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇന്ത്യ ലൈക്ക് നൈക്ക് എന്ന ബ്രാൻഡിനെ ഇന്ത്യക്ക് ഭയങ്കര ഇഷ്ടമായി.
സോ ഇന്ത്യ പറയുകയാണ് യു എസിനോട്, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു കട തുടങ്ങും, നൈക്കിൻ്റെ ഒരു കട തുടങ്ങും പറയുകയാണ്. സോ യു എസ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കമ്മിങ് ടു ഇന്ത്യ ആൻഡ് ഷോപ്പ് തുടങ്ങാനൊന്നും ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. സോ ഇന്ത്യ പറയുകയാണ്, ഓക്കെ ശരി, നിങ്ങൾക്ക് വരാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനൊരു കടയിടാം, ഞാനൊരു ഷോപ്പിടാം, ഞാൻ ഈ നൈക്ക് എന്ന ബ്രാൻഡ് വയ്ക്കാം. ഓക്കെ, നൈക്കിൻ്റെ ബ്രാൻഡ് തന്നെ പറഞ്ഞിട്ട് ഒരു ഷോപ്പിടാം, അതിൽ നൈക്കിൻ്റെ പ്രൊഡക്ട്സ് തന്നെ ഇടാം. ഓക്കെ, നൈക്കിൻ്റെ പ്രൊഡക്ട്സ് തന്നെ ഇടാം. ഓക്കെ, എന്നിട്ട് ഞാൻ തന്നെ, പക്ഷേ എല്ലാം നിങ്ങളുടെ സാധനങ്ങളായിരിക്കും, പക്ഷേ അത് ഞങ്ങളുടെ കടയായിരിക്കും, അതേപോലെ അതിൻ്റെ പ്രോഫിറ്റും ഞങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതെങ്ങനെ അവർ സമ്മതിക്കും? അവർ സമ്മതിക്കില്ലല്ലോ. അങ്ങനെ ഒരു പെർമിഷൻ തരുമോ? അവരുടെ സ്വന്തം സാധനം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ സമ്മതിക്കുമോ? ഇല്ല. സോ ഒരു അഗ്രിമെൻ്റ് ഇടുകയാണ്. ഇന്ത്യ പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ഞങ്ങളൊരു പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമൗണ്ട് തരാം. ഓക്കെ, എന്തെങ്കിലും ഒരു അമൗണ്ട് തരാം എന്ന് പറഞ്ഞ് ഒരു അഗ്രിമെൻറ്റ് ഉറപ്പിക്കുകയാണ്. അവിടുത്തെ ബ്രാൻഡ്, അതായത് ഒരു ഫോറിൻ കൺട്രിയിലത്തെ ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ അവരുടെ ട്രേഡ് മാർക്കോ അല്ലെങ്കിൽ അവരുടെ പേറ്റൻസോ ഉപയോഗിച്ച് ഇവിടെ ഒരു കട തുടങ്ങി അത് പ്രവർത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയണത്. സോ ഇറ്റ് മീൻസ് ഗിവിങ് പെർമിഷൻ ടു ദ ന്യൂ പാർട്ടി ഓഫ് ദ ഫോറിൻ കൺട്രി ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ആൻഡ് സെൽ ഗുഡ്സ് അണ്ടർ യുവർ ട്രേഡ് മാർക്ക്. ഈ നൈക്ക് എന്ന സ്ഥാപനത്തിൻ്റെ ട്രേഡ് മാർക്ക് വെച്ച് വേറെ ഒരു കൺട്രിയിലുള്ള ഒരു പാർട്ടിക്ക് നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ ഫ്രാഞ്ചൈസിങ് അല്ലെങ്കിൽ ലൈസൻസിങ് എന്ന് പറയും. ഓക്കെ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ ഐം ജസ്റ്റ് ടെല്ലിങ് യു എൻ ഓവർവ്യൂ ഓഫ് വാട്ട് ഈസ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ഇതിൽ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫ്രാഞ്ചൈസിങ് ഈസ് റിലേറ്റഡ് ടു സർവീസസ്. സർവീസിന് ബന്ധപ്പെട്ട് എന്തെങ്കിലും പെർമിഷനാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രാഞ്ചൈസിങ്. ആൻഡ് ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗൂഡ്സ് ആൻഡ് സർവീസസ്. സോറി, ഗൂഡ്സ് മാത്രം. ഗൂഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം അണ്ടർ ലൈസൻസിങ്. ആൻഡ് നമ്മൾ സർവീസാണ് ഇതുപോലെ വേറൊരു കൺട്രിക്ക് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം അണ്ടർ ഫ്രാഞ്ചൈസിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കം സർവീസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. സർവീസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ഐറ്റംസ്, നമുക്ക് തൊടാനോ കാണാനോ പറ്റാത്ത ഐറ്റംസാണ് സർവീസസ്. ഓക്കെ, സോ എനി സർവീസസ് നമ്മൾ എന്താ പറയുക, ഹോം കൺട്രീന് വേറെ കൺട്രിക്ക് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എക്സ്പോർട്ട്. ആൻഡ് എനി സർവീസസ് നമ്മൾ വേറൊരു കൺട്രിയിൽ നിന്ന് ഹോം കൺട്രിക്ക് വരുത്തുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഇമ്പോർട്ട്. നമുക്ക് സർവീസസ് എന്തൊക്കെയാണ്? ടൂറിസം, ട്രാവൽ, ലോഡ്ജിങ്, കൺസ്ട്രക്റ്റിംഗ്, ട്രെയിനിങ്, എഡ്യൂക്കേഷണൽ. ഇപ്പോൾ എവിടുന്ന് ഒരു കുട്ടി പോയി അല്ല യു എസിലോ ചൈനയിലോ പോയി പഠിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട്, നമ്മൾ അവിടുത്തെ എഡ്യൂക്കേഷൻ ഈ കുട്ടിക്ക് കിട്ടുകയാണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ട്. നേരെ മറിച്ച് അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് പഠിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ്പോർട്ട്. നമ്മൾ അവിടെ ഇത് കൊടുക്കണു, നമ്മുടെ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണു. സോ സർവീസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഓൾസോ കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇനി അടുത്തത് എന്താ? ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. ദർ ആർ ലോട്ട്സ് ഓഫ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബോത്ത് ദ കൺട്രീസ് അല്ലേ. ഒരു ഡെവലപ്പ് ചെയ്യുന്ന കൺട്രി ആയാലും അണ്ടർ ഡെവലപ്പിംഗ് കൺട്രി ആയാലും നമ്മൾ ഈ ഇൻ്റർനാഷണൽ ബിസിനസ് അഗ്രിമെൻറ്റ് ഇടുകയാണെങ്കിൽ രണ്ടുപേർക്കും മെച്ചപ്പെടാൻ പറ്റും. ബിക്കോസ് ഓഫ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ് ഓഫ് ദ കൺട്രീസ് ഗ്രോ ദെയർ പ്രോഫിറ്റ്സ് ആൻഡ് ഹെൽപ്പ് ദം ടു ഗ്രോ അറ്റ് എ ഗ്ലോബൽ ലെവൽ. അവർ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുമ്പോൾ അവരുടെ പ്രോഫിറ്റ് കൂടും ആൻഡ് ദെൻ ക്യാൻ ഗ്രോ അറ്റ് എ ഗ്ലോബൽ ലെവൽ. ആ വേൾഡിൽ അവർക്ക് രണ്ട് കൺട്രിക്കും മെച്ചപ്പെടാൻ സാധിക്കും. Now, benefiting from currency exchange. International business also plays an important role while the currency exchange rate, as one can take advantage of the currency fluctuation. ഈ കറൻസി എക്സ്ചേഞ്ച് പറഞ്ഞാൽ എന്താ? നമ്മുടെ റേറ്റാണ്, സ്വാപ്പ് റേറ്റ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മുടെ $1 ഈസ് ഈക്വൽ ടു 54 rupees അല്ലെങ്കിൽ 64 rupees. ആ ഡോളറിൻ്റെ വാല്യൂ നമ്മുടെ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോഴുള്ള വാല്യൂ, അതിനെയാണ് നമ്മൾ കറൻസി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കറൻസിയുടെ വ്യത്യാസം വരുമ്പോൾ അല്ലെങ്കിൽ വാല്യൂ കമ്മിയാവുമ്പോൾ, സപ്പോസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ യു എസിലേക്ക് കുറച്ച് മാംഗോസ് എക്സ്പോർട്ട് ചെയ്യണം.
ഇപ്പോൾ 54 റുപ്പീസാണ് എനിക്ക് എന്താ പറയുക ഇത് എക്സ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, നേരെ മറിച്ച് ഇപ്പോൾ 54 റുപ്പീസ് ഡൗൺ ആയി. ഓക്കെ, 54 റുപ്പീസ് ഡൗൺ ആയി 40 രൂപയായി എന്ന് വെച്ചാൽ എനിക്ക് ഇനിയും നിറയെ മാംഗോസ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. സോ ആ കറൻസിയിൽ വ്യത്യാസം വരുമ്പോൾ, ആ എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് വഴി നമുക്ക് നല്ലപോലെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ബെനിഫിറ്റിംഗ് ഫ്രം കറൻസി എക്സ്ചേഞ്ച്. അതുകൊണ്ടാണ് നമ്മൾ കുറേ പേര് ഇപ്പോൾ നമ്മൾ ദുബായിൽ പോയിട്ടും ഇല്ലെങ്കിൽ ലണ്ടൻ പോയിട്ട് വർക്ക് ചെയ്യാൻ കാരണം എന്താ? ബിക്കോസ് അവിടെ നിന്ന് ഒരു 1000 രൂപ അവിടെ സേവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 18,000 ആയി അല്ലെങ്കിൽ 54,000 ആയി ഡോളർ വെച്ച് നോക്കുമ്പോൾ. നേരെ മറിച്ച് നമ്മൾ ഇവിടെ 1000 രൂപ സേവ് ചെയ്താലും നമുക്ക് വെറും 1000 രൂപ തന്നെയല്ലല്ലോ. സോ ആ കറൻസി എക്സ്ചേഞ്ച് കാരണമാണ് മിക്ക സമയത്തും നമുക്ക് നല്ലപോലെ ലാഭം ഉണ്ടാക്കാൻ ഇൻ്റർനാഷണൽ ബിസിനസ് ത്രൂ സാധിക്കും. Now limitation of the domestic market. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ്, അതായത് നമ്മുടെ ഹോം കൺട്രിയിലുള്ള മാർക്കറ്റ് ചെറുതാണെങ്കിൽ, അവിടെ അധികം സാധനങ്ങളൊന്നും കിട്ടാനില്ലെങ്കിൽ, then the international bid is good option for the growth of the business in the host country. ഹോസ്റ്റ് കൺട്രി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൺട്രിയാണോ ഡൊമസ്റ്റിക്, അതായത് ഹോം കൺട്രിക്ക് സാധനങ്ങൾ തരുന്നത്, അതാണ് ഹോസ്റ്റ് കൺട്രി. സപ്പോസ് ഞാൻ പറഞ്ഞു നമ്മുടെ രാജ്യം എന്താണ്? ഇന്ത്യ. സോ നമ്മുടെ കൺട്രി എന്താണ്? ഹോം കൺട്രി ഇന്ത്യ. നമ്മുടെ ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് US ചൈനയോ ഏതൊക്കെ കൺട്രീസാണോ നമുക്ക് ഇങ്ങോട്ട് തരുന്നത്, അത് നമ്മുടെ ഹോസ്റ്റ് കൺട്രി. സോ നമ്മുടെ ഈ ഇന്ത്യൻ കൺട്രി സ്മോൾ അല്ല. സപ്പോസ് നമ്മുടെ ഒരു തായ്ലാൻഡ് പോലെയൊക്കെയുള്ള കൺട്രി പോലെയാണെങ്കിൽ, ഇഫ് ഇറ്റ് വാസ് ദ കൺട്രി വാസ് സ്മോൾ, അവിടെ ഗ്രോത്തിനൊന്നും അധികം ഓപ്ഷൻ ഇല്ലെങ്കിൽ ഈ ഡൊമസ്റ്റിക് എന്താ പറയുക ഹോസ്റ്റ് കൺട്രീനൊക്കെ ഇങ്ങനത്തെ ഉള്ള മാർക്കറ്റൊക്കെ നല്ല മെച്ചപ്പെടാനുള്ള മാർക്കറ്റാണ്. ബിക്കോസ് ഇവിടെ സാധനങ്ങളൊന്നും കിട്ടാനില്ല, കുട്ടി മാർക്കറ്റാണ്, ഇവിടെ അധികം സാധനങ്ങളൊന്നും കിട്ടാനില്ല. അപ്പോൾ US നിന്നും ചൈനയ്ക്കൊക്കെ നിറയെ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. സോ ലിമിറ്റേഷൻ ഓഫ് ദ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ international business.